ഹായ്, ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്വാർത്ഥതയെക്കുറിച്ചാണ്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വാർത്ഥതയാണ്. എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഒരാൾ വഴിയിൽ വീണ് കിടക്കുന്നു, നമ്മൾ ഓടിച്ചെന്ന് സഹായിച്ചെന്ന് വിചാരിക്കുക. നമ്മളെല്ലാം പറയും അവർ നല്ലവരാണ്, സഹായിച്ചത് നല്ലതാണ്. തീർച്ചയായും നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ എന്തിനാണ് ആ മനുഷ്യനെ സഹായിച്ചത്? ആ മനുഷ്യനെ നോക്കിയപ്പോൾ നമുക്കൊരു സഹതാപം ഉണ്ടായി. ആ സഹതാപം കാരണം, ആ ഡിസ്കംഫർട്ട് കാരണം അത് മാറാൻ വേണ്ടിയാണ് നമ്മൾ അയാളെ സഹായിച്ചത്. സത്യത്തിൽ അയാളെ രക്ഷിക്കാനായിട്ടല്ല, നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഫീലിങ്ങിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ അയാളെ സഹായിക്കുന്നത്. വേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗിൽറ്റ് പോകാനായിട്ട് നമ്മൾ ഡൊണേഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഫീൽ ചെയ്യാനായിട്ട് നമ്മൾ വോളണ്ടിയർ വർക്ക് ചെയ്യും, നല്ല ഫ്രണ്ടാണെന്ന് ഫീൽ ചെയ്യാനായിട്ട് ഫ്രണ്ടിനെ കൺസോൾ ചെയ്യും. ഇതൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇതാണ് ഹ്യൂമൻ നേച്ചർ എന്നാണ് പറയുന്നത്. ഇതിന് എമ്പതി എന്നൊക്കെ പറയാം. സൈക്കോളജിയിൽ ഇതിന് എമ്പതി എന്ന് പറയും. ഫിലോസഫേഴ്സ് പറയുന്നത് സൈക്കോളജിക്കൽ ഈഗോയിസം എന്നാണ്. അതായത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഓരോ ആക്ഷനും സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ്. നമ്മുടെ എല്ലാ ആക്ഷനും സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഒരാൾ പറയുവാണല്ലോ ഞാൻ ജെനുവിൻലി സഹായിക്കുന്നത് സ്നേഹം കൊണ്ടാണെന്ന്, അങ്ങനെ പറഞ്ഞാൽ അയാളോട് ചോദിക്കാം, ആ സ്നേഹം ഫീൽ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആരാണ്? നീ തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ്. എന്നെ ഇത് മാറ്റിയെടുക്കുന്നതല്ല കേട്ടോ. എല്ലാ ആക്ഷനും സെൽഫ് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷേ ഈ തിയറിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം ഈ തിയറിയെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഏത് സെൽഫ്ലെസ് ആക്ട് കണ്ടാലും അത് സെൽഫിഷ്നെസ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് അൺഫാൾസിഫയബിൾ ആണ്. അതായത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ പറ്റില്ല. അതൊരു പെർഫെക്റ്റ് അല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? നമ്മൾ കണ്ണൂർ നോക്കിയാൽ പേഴ്സണൽ റീസൺ ഇല്ലാത്ത സിംഗിൾ ആക്ഷൻ പോലും കാണത്തില്ല. പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സിംഗിൾ ആക്ഷൻ പോലും കാണത്തില്ല. അപ്പോൾ ആ പാറ്റേൺ കാണുമ്പോൾ തിയറി തെറ്റാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ നിന്നെ സഹായിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഞാൻ സഹായിക്കാതെ ഇരിക്കുന്നത് എനിക്ക് അതിലും വിഷമകരമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കുന്നു. സത്യത്തിൽ ഇത് വീക്ക്നെസ് ആണെങ്കിലും ഇതാണ് ഓണസ്റ്റി. സത്യത്തിൽ ഇതറിഞ്ഞാൽ നമ്മൾ ലെസ് കൈൻഡ് ആകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. കൂടുതൽ ഓണസ്റ്റ് ആവണം, അത്രയേ ഉള്ളൂ. കൂടുതൽ ഓണസ്റ്റ് ആവുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് തിയറി എന്തായാലും മോട്ടീവ് എന്തായാലും ആ ഓണസ്റ്റി നിലനിർത്തുന്നതാണ് ഏറ്റവും ക്ലീനായ വഴിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾട്രൂയിസം, അതായത് മനുഷ്യസ്നേഹം അല്ലെ ത്യാഗസന്നദ്ധത. ഓൾട്രൂയിസം ഒരു മിത്തല്ല, അതൊരു സ്റ്റോറിയാണ്. നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി. ഇത് കേൾക്കുമ്പോൾ അൺകംഫർട്ടബിൾ ആകുമായിരിക്കും, പക്ഷെ അതാകേണ്ടതില്ല. പക്ഷെ അടുത്ത തവണ ആരെങ്കിലും നീ ഒരു നല്ല മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ നല്ല മനുഷ്യൻ ആർക്ക് വേണ്ടിയാണ് നല്ലവനായത്?